ശാർക്കര മീനഭരണി എന്ന് കേട്ടിട്ടുണ്ടോ? എന്തു വലിയ ഉത്സവമാണെന്നറിയോ? അന്യായ ലൈറ്റിങ്സ്. പിന്നെ ദാ ഇതുപോലെ പല ജംഗ്ഷനുകളിലും പടുക്ക വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണി, തണ്ണിമത്തൻ ജ്യൂസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഓരോ ജംഗ്ഷനിലും സൗജന്യമായിട്ട് കിട്ടും. ഇതൊന്നും അല്ല കേട്ടോ, ആറ്റിങ്ങൽ കച്ചേരി നട മുതൽ അമ്പലം എത്തുന്നിടം വരെ പല പല ജംഗ്ഷനിൽ പല പല സ്റ്റേജ് പ്രോഗ്രാംസാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തേക്ക് മാത്രമേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. സാധാരണ നമുക്ക് അമ്പലത്തിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇതല്ലാതെ ഓരോ ജംഗ്ഷനിലും പ്രോഗ്രാമാണ്. നമ്മൾ മീനഭരണിക്കല്ല വന്നത്, അശ്വതിക്കായിരുന്നു. മീനഭരണിയുടെ അന്നാണ് തൂക്കം നടക്കുന്നത്. അപ്പോൾ തൂക്കത്തിനുള്ള ആളുകളും സജ്ജീകരണങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിരക്കൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഇതാ 2 പേര് ഇവിടെ ലൈൻ വലിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ശാർക്കര പറമ്പ്. അന്നേ ദിവസം ഇവിടെയുള്ള ആളുകളെല്ലാം ഈ പറമ്പിലുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും കിട്ടും.